അങ്ങനെ ജർമ്മനിയിൽ നിന്ന് എന്റെ കൂടെ ഫ്ലൈറ്റും കയറി നാടുവിടെ നിൽക്കുന്നവരാണ് ഈ കാണുന്ന എല്ലാവരും കേട്ടോ. പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വിളിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ ക്യാബിൻ ക്രൂ പോയി നേരെ ഫ്ലൈറ്റിന്റെ ഡോർ അടച്ചു. അതിന്റെ ഇടയിൽ വേറെ ഹോസ്റ്റസ് വന്നിട്ട് അഥവാ ഫ്ലൈറ്റ് പൊട്ടിച്ച് ആവാൻ പോവാണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാം സെറ്റ് കഴിഞ്ഞപ്പോൾ പൈലറ്റ് ചേട്ടൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എല്ലാവരും പിടിച്ചിരുന്നോ ഞാൻ ഫ്ലൈറ്റ് എടുക്കാൻ പോകുന്നു. നിങ്ങളിത് ഇപ്പൊ താഴെ കാണാൻ നമ്മുടെ സ്വന്തം ജർമ്മനി. ഫ്ലൈറ്റ് എടുക്കാൻ നേരത്ത് എന്റെ അപ്പുറത്ത് ഒരു തീരത്തൊപ്പി വെച്ചിരുന്ന പാവം മനുഷ്യനാണ്. ഫ്ലൈറ്റ് എടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുട്ടം ബീറടി. അല്ലെങ്കിലും യൂറോപ്യൻസിന് വെള്ളത്തിനേക്കാൾ ഇഷ്ടം ബീറാണ്. അങ്ങനെ 2 മണിക്കൂർ ആകാശത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നമ്മുടെ പൈലറ്റ് ചേട്ടൻ വിളിച്ചു പറയാ മക്കളെ സ്ഥലത്തിണ്ട് നമുക്ക് ഇറങ്ങാറായിരുന്നു. അങ്ങനെ സൂര്യാസ്തമിക്കണം മുന്നേ നമ്മുടെ പൈലറ്റ് ചേട്ടൻ ഫ്ലൈറ്റിൽ ഉണ്ടാക്കിയിട്ടാ. അങ്ങനെ പട പേടിച്ച് പന്തളത്ത് നിന്നപ്പോൾ പന്തം കൊളുത്തി പടന്ന് പറഞ്ഞ മാതിരിയാണ് ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ വന്നിറങ്ങിയത് നമ്മുടെ സ്വന്തം ലിത്വേനിയയിലാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ എന്റെ പൊന്നു നാട്ടുകാരെ ഒടുക്കത്തെ തണുപ്പായിരുന്നു. കഴിഞ്ഞ മാസം പെയ്ത മഞ്ഞ് ഇതുവരെ ഇവിടെ നിന്ന് ഒരുക്കി പോയിട്ട് പോലും ഇല്ല. എന്റെ മക്കളെ നീ കാണുന്നത് ഉപ്പ് കോരിട്ടിട്ടല്ലാട്ടോ, അവിടുത്തെ മഞ്ഞാണ് മഞ്ഞ്. വെൽക്കം ടു ലിത്വേനിയ. അങ്ങനെ എയർപോർട്ടിൽ അവിടുന്ന് ബസ്സും പിടിച്ച് ഞാൻ നേരെ വിട്ടത് എന്റെ കൂട്ടുകാരെ വീട്ടിലേക്കായിരുന്നു. തണുത്തിട്ട് വൈജ മക്കളെ നല്ല തണുപ്പോടെ. നമ്മുടെ ലിത്വേനിയയിൽ തിരിച്ചെത്തിയപ്പോൾ എന്തോ സ്വർഗം കിട്ടി ഫീലായിരുന്നു എനിക്ക്. അങ്ങനെ അവസാനം നമ്മൾ ലിത്വേനിയയിൽ നമ്മുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു. എനിക്ക് കുറച്ചു കാലം ഇവന്മാരെ ശല്യം ചെയ്ത് ഇവിടെ ജീവിക്കാം. അപ്പൊ ശരിട്ടാ.